ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ശമ്മാശൻ, ശുശ്രൂഷ സംഘാംഗങ്ങളെ, മാതാപിതാക്കളെ, ക്രിസ്തുവേശുവിൻ്റെ ധന്യതിരുനാമത്തിൽ സ്നേഹവന്ദനം. തിരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഇലക്റ്റഡ് എന്നും സിലക്റ്റഡ് എന്നുമുള്ള രീതിയിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ചോസൻ എന്ന പദത്തിലാണ് കൂടുതലായിട്ട് അറിഞ്ഞിട്ടുമുള്ളത്. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ താൻ എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ തിരഞ്ഞെടുപ്പിനെ പൂർത്തിയാക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ വളരെ വലുതാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നീതിമാനായ യൗസേപ്പിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവനായതുകൊണ്ട് തന്നെ തന്റെ തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നീതിമാൻ എന്ന പദവിയും അതിലെല്ലാം ഉപരിയായിട്ട് ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ പിതാവ്, ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന പിതാവ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുകയും ചെയ്യുന്ന വലിയ അനുഭവമാണ് യൗസേപ്പിന് ലഭിക്കുന്നത്. യൗസേപ്പിന് ലഭിച്ചിട്ടുള്ള വെളിപാടിന്റെ ഞായറാഴ്ചയിലായിരിക്കുമ്പോൾ വായിച്ചു കേട്ട വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വേദഭാഗമാണ്. ഹോളി ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് മാത്യു chapter 1 verses 15 to 28. പ്രത്യേകിച്ച് ഈ ഒരു വേദഭാഗം പഠിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള യൗസേപ്പ് തന്റെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നത് എന്നുള്ളതിന്റെ ഉള്ള വലിയൊരു ചിത്രമാണ് പഠിപ്പിക്കുന്നത്. 2 ചിന്തകൾ മാത്രം പങ്കുവയ്ക്കുവാൻ വേണ്ടി ദൈവത്തിൽ ശരണപ്പെടുകയാണ്. പ്രധാനമായിട്ടും യൗസേപ്പിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മൗനമായിരുന്നിട്ടുള്ള പ്രവൃത്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചിന്തയില് യൗസേപ്പിന്റെ മൗനം ഉച്ചത്തിലുള്ള പ്രസ്താവനയാണ് എന്നുള്ള ചിന്തയാണ് പങ്കുവെക്കുന്നത്. യൗസേപ്പിന്റെ മൗനം ഉച്ചത്തിലുള്ള പ്രസ്താവനയാണ് എന്നുള്ള ചിന്തയാണ് പങ്കുവെക്കുന്നത്. ഏവെങ്കിലും ഭാഗം, സുവിശേഷ ഭാഗം മുഴുവനായിട്ട് പരിശോധിക്കുമ്പോൾ നീതിമാനായ യൗസേപ്പ് മറ്റെങ്ങും സംസാരിക്കുന്നതായിട്ടോ പ്രസ്താവിക്കുന്നതായിട്ടോ കാണിക്കുന്നില്ല എങ്കിലും തന്റെ പ്രവൃത്തി കൊണ്ട്, താൻ ചെയ്യുന്ന രീതികൾ കൊണ്ട് വലിയ വലിയ പ്രസ്താവനകൾ നടത്തുകയും വലിയ വലിയ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ മുഴുവനായി പഠിക്കുമ്പോൾ എങ്ങും തന്നെ വലിയ വലിയ പ്രചാരണങ്ങൾ നടത്തുകയോ വലിയ വലിയ വാഗ്ദത്തങ്ങൾ നൽകുകയോ വലിയ വലിയ പ്രസ്താവനകൾ നടത്തുകയോ ചെയ്യുന്നില്ല എങ്കിലും തന്റെ പ്രവൃത്തി കൊണ്ട് ദൈവം തനിക്ക് ഈ ലോകത്തിലേക്കാകുവാനുള്ള ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൗത്യത്തെ പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യൗസേപ്പിന് സംസാരശേഷി ഇല്ലാത്തത് കൊണ്ടോ താൻ സമൂഹത്തിന്റെ മുൻപിൽ വന്നു നിന്നുകൊണ്ടോ സംസാരിക്കാൻ പേടിക്കുന്നത് കൊണ്ടോ അല്ല ഇങ്ങനെ മൗനമായിരിക്കുന്നത്. മറിച്ച് തനിക്ക് ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിൽ ദൃഢചിത്തനായിരുന്നതുകൊണ്ടും ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിക്കുവാനുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് മൗനമായിരുന്ന് തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൗത്യത്തെ പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ അരുളപ്പാടിനെ, ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വെളിപാടിനെ മൗനമായിരുന്നുകൊണ്ട് ഈ ഭൂമിയിൽ മുഴുവനായിട്ട് പ്രസ്താവിക്കുവാൻ ഇടയായത്. ആമുഖത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ യൗസേപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ലായിരുന്നു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു. മനുഷ്യരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നുവെങ്കിൽ കള്ളപ്രസ്താവനകളും കള്ളപ്രചരണങ്ങളും മാത്രം അകപ്പെട്ടു പോകുന്ന ഒരു ജീവിതമായി തീർന്നേനെ. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ, ദ ചോസൺ വൺ ആയിരുന്നതുകൊണ്ട് തന്നെ മൗനമായിരുന്നുകൊണ്ട് വലിയ വലിയ കൊട്ടിഘോഷങ്ങളൊന്നുമില്ലാതെ വലിയ വലിയ ആർത്താരവങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാൻ ശ്രമിക്കാതെ മൗനമായിരുന്നുകൊണ്ട്, സൈലന്റ് ആയിരുന്നുകൊണ്ട് ദൈവം തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തെ വളരെ വൃത്തിയായിട്ട് പൂർത്തീകരിക്കുന്ന നീതിമാനായവന്റെ ജീവിതമാണ് യൗസേപ്പിന്റെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വ്യക്തിപരമായ ജീവിതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ജീവിത രീതിയായി മാറിയിരിക്കുകയാണ്. 4 പേര് നമുക്ക് ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾ അറിയണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആയിത്തീർന്നിട്ടുള്ള ഒരു ജീവിത രീതിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ യൗസേപ്പിന് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യം, ലോകരക്ഷകന്റെ ഈ ലോകത്തിലെ പിതാവായി തീരുവാനുള്ള സൗഭാഗ്യം, നീതിമാൻ എന്ന് ലഭിച്ചിരിക്കുന്ന ആ സൗഭാഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി കൊട്ടിഘോഷിക്കാതെ മൗനമായിരുന്നുകൊണ്ട് തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൗത്യത്തെ പൂർണ്ണമായിട്ട് ഉള്ളിൽ വഹിക്കുമ്പോഴാണ് ഈ വലിയ വലിയ പദവികൾ അവന് പൂർണ്ണമാക്കുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് യൗസേപ്പിന്റെ മൗനത്തെക്കുറിച്ച് പറയുമ്പോൾ യൗസേപ്പിന്റെ മൗനം രക്ഷയുടെ ശബ്ദമാണ്. യൗസേപ്പിന്റെ മൗനം രക്ഷയുടെ ശബ്ദമാണ്. തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി താൻ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ഗർഭിണിയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മാനുഷികമായി ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ അവളെ കളിയാക്കുവാനും അവളെ മറ്റുള്ളവർ മുൻപിൽ താറടിച്ച് കാണിക്കുവാനും ശ്രമിക്കുന്ന ഒരു പ്രചരണം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാകാം. എന്നാൽ ഇവിടെ രഹസ്യമായിട്ടാണ് കന്യകയ്ക്കുണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥ മറ്റാരും അറിയാത്ത രീതിയിൽ
അവളെ ഉപേക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ താൻ കാണിക്കുന്ന ഈ മൗനം കന്യകയുടെ രക്ഷയുടെ ശബ്ദമായിട്ടാണ് തീരുന്നത്. അവൾക്കുണ്ടാകാൻ പോകുന്ന, ഈ ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന എല്ലാവിധമായിട്ടുള്ള നിന്ദകളെ മാറ്റുവാൻ തക്ക വിധത്തിലുള്ള മൗനത്തിന്റെ രക്ഷയുടെ പ്രവൃത്തി കാണിക്കുമ്പോൾ ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയൊരു ഉപാധിയായിട്ടും യൗസേപ്പിന്റെ ജീവിതം മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തന്റെ ജീവിതവും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ജീവിതവും ആളുകളുടെ മുൻപിൽ തരം താഴ്ത്തി കാണപ്പെടാതിരിക്കുവാനും ആളുകളുടെ മുൻപിൽ നിന്ദിക്കപ്പെടാതിരിക്കുവാനും വേണ്ടി മൗനമായിട്ട് രഹസ്യമായിട്ട് അവളുടെ അവസ്ഥയെ മനസ്സിലാക്കി അവളെ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരുടെ അവസ്ഥയെ മനസ്സിലാക്കി മൗനമായിരുന്നു പ്രവർത്തിക്കുമ്പോൾ അത് രക്ഷയുടെ ശബ്ദമായി തീരുന്ന ഒരു പ്രവണതയാണ് യൗസേപ്പിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. വ്യക്തിപരമായ ജീവിതങ്ങൾ വീണ്ടും പരിശോധിക്കുമ്പോൾ ആളുകളുടെ അവസ്ഥ കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളും ഈ ഒരു തരത്തിലേക്ക് ഉയർത്തപ്പെടുന്നത്. ആളുകളുടെ അവസ്ഥ കണ്ട് അവരെ കളിയാക്കുമ്പോഴോ അവരെ തരം താഴ്ത്തി കാണുമ്പോഴോ നിന്ദിക്കുമ്പോഴോ അല്ല, മറിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിന് രഹസ്യമായിട്ട് അവരെ പരിചരിക്കുകയും രഹസ്യമായിട്ട് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഒരു തരത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളും ഉയർത്തുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ യൗസേപ്പിന്റെ ജീവിതം, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഈ യൗസേപ്പിന്റെ ജീവിതം കള്ളപ്രചരണങ്ങളോ മറ്റ് വാഗ്ദാനങ്ങളോ പൊയ് വാഗ്ദാനങ്ങളോ നൽകുന്ന ജീവിതമായിരുന്നില്ല. കൊട്ടിഘോഷിച്ച് നൽകുന്ന ഒരു ജീവിതമായിരുന്നില്ല. മറ്റുള്ളവരെ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ജീവിതമായിരുന്നില്ല. മറിച്ച് മൗനമായിരുന്ന് തന്റെ പ്രചരണം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. മൗനമായിരുന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മൗനിയായിരുന്ന് തനിക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയും രക്ഷിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും സംസാരിച്ചാൽ മാത്രമേ വിജയിക്കൂ എന്ന് നമ്മൾ മൂഢചിന്തകളിൽ ആയിരിക്കുമ്പോൾ, സംസാരിക്കാതെ ചില സമയങ്ങളിൽ മൗനമായിരുന്നു കൊണ്ട് മൗനത്തെ നമുക്ക് വലിയൊരു ആയുധമായി കണക്കാക്കിക്കൊണ്ട് യൗസേപ്പിനെ പോലെ നീതിമാർഗത്തിലായിരിക്കുവാനും ദൈവത്തെ നമ്മുടെ ഉള്ളിൽ വഹിക്കുവാനും ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമത്തെ